കൊല്ലം കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള പോര് കാരണം ആയിരക്കണക്കിന് യാത്രക്കാർ ബുദ്ധിമുട്ടിലായി. കരാർ പ്രകാരം ഗേറ്റ് കീപ്പർക്ക് ശമ്പളം നൽകുന്നത് കോർപ്പറേഷനായിരുന്നു. എന്നാൽ പണം നൽകാതെ വന്നതോടെ ലെവൽ ക്രോസ് അനിശ്ചിതമായി അടച്ചിട്ടാണ് റെയിൽവേ പ്രതികാര നടപടി തുടങ്ങിയത്. ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന കൊല്ലം നഗരത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ ഗേറ്റാണിത്. ഈ ഗേറ്റ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്കല്ല ഈ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനും അതുപോലെ റെയിൽവേയും തമ്മിലുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആ കരാർ കോർപ്പറേഷൻ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർക്ക് ഇരുട്ടടി നൽകി റെയിൽവേയുടെ ഈ നടപടി. കൊല്ലം നഗരത്തിലേക്ക് ഏറ്റവും വേഗത്തിലെത്താൻ കഴിയുന്ന SMB പാലസ് റോഡിലെ റെയിൽവേ ഗേറ്റ് അടഞ്ഞിട്ട് 9 ദിവസം പിന്നിട്ടു. കാഴ്ചയിൽ അറ്റകുറ്റപ്പണി നടത്താനാണ് ഗേറ്റ് അടച്ചിരിക്കുന്നതെന്ന് തോന്നുമെങ്കിലും ഇതിനെ പ്രതികാര നടപടിയായിട്ടാണ് കൊല്ലം കോർപ്പറേഷൻ നോക്കിക്കാണുന്നത്. റെയിൽവേ ഗേറ്റിൻ്റെ അറ്റകുറ്റപ്പണിയും ഗേറ്റ് കീപ്പറുടെ ശമ്പളവും കോർപ്പറേഷനാണ് നൽകേണ്ടത്. മുൻപ് ഈ തുക കൃത്യമായി റെയിൽവേക്ക് ലഭിച്ചിരുന്നു. എന്നാൽ പണം നൽകുന്നത് മുടങ്ങിയതോടെ റെയിൽവേ ഗേറ്റ് അനിശ്ചിതമായി അടച്ച് റെയിൽവേ കോർപ്പറേഷന് മറുപടി നൽകിയിരിക്കുകയാണ്. ഇതോടെ യാത്രക്കാർ നഗരം ചുറ്റി യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ്. റെയിൽവേയുമായുള്ള കരാറിനെക്കുറിച്ച് പരിശോധിച്ച് വരികയാണെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി വ്യക്തമാക്കി. കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച് പരിശോധിക്കുകയാണ്. ഫയല് മുൻകാലങ്ങളിൽ കരാറുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ റെയിൽവേ പറയുന്നത്. അപ്രകാരം ഒരു കരാർ കോർപ്പറേഷന് മുമ്പിൽ എത്തിച്ചിട്ടില്ല. തീർച്ചയായിട്ടും പരിശോധിക്കും. അത് നിയമവിരുദ്ധമാണെങ്കിൽ കോർപ്പറേഷൻ ഏതറ്റം വരെയും പോയി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന കോർപ്പറേഷനാണ് കൊല്ലം. നമ്മളതിനകത്ത് നടപടി ഉണ്ടാക്കും. ജനകീയ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കുന്ന കോർപ്പറേഷന് ജനങ്ങളോടൊപ്പം മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രശ്നത്തിന് കോർപ്പറേഷൻ ലെവലിൽ തന്നെ പരിഹാരം ഉണ്ടാക്കുന്നതാണ്. അതേസമയം അടിയന്തര അറ്റകുറ്റപ്പണി നടത്തേണ്ടതിനാലാണ് ഗേറ്റ് അടച്ചിരിക്കുന്നതെന്ന വിശദീകരണമാണ് റെയിൽവേ നൽകുന്നത്. ന്യൂസ് മലയാളം, കൊല്ലം.